ഹലോ. ഒരു കാര്യം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ തുടങ്ങാതിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് നിങ്ങളുടെ കൂട്ടിനുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ എടുക്കാൻ ഞാൻ എടുത്ത സമയം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഓൾമോസ്റ്റ് 7 ഇയേഴ്സ്. 7 വർഷമോ ഈ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സത്യമാണ്, 7 വർഷം എടുത്തു ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട്. അതായത് ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം, ചിലപ്പോൾ ഇങ്ങനെ ധൈര്യം സംഭരിച്ച് ഇല്ല ഞാൻ ചെയ്യും എന്നുള്ള ഇതിലൊക്കെ ചിലപ്പം ഇറങ്ങിത്തിരിക്കും. പക്ഷെ അപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ വന്നിട്ട് ഞാൻ വീണ്ടും തുടങ്ങത്തില്ല. അപ്പം നമ്മൾ എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ യൂട്യൂബ് വീഡിയോ തന്നെയല്ല, എന്തും ആയിക്കോട്ടെ, ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും അതിൽ നിന്ന് നമ്മളിങ്ങനെ പിടിച്ചു വലിക്കുന്ന ഒരു 6 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? പെർഫെക്ഷനിസം. അതായത് ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അത് ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട്, അതായത് അതിനെക്കുറിച്ച് എനിക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ പഠിച്ച് എല്ലാ റിസോഴ്സസും എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യൂ എന്നുള്ളൊരു ചിന്താഗതി. അത് ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ പ്രധാന പ്രശ്നം എന്നാണെന്നറിയോ? ഇത് തന്നെ, നമ്മൾ ഒരിക്കലും അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. എന്നാൽ നമുക്കുള്ള അറിവും നമുക്കുള്ള റിസോഴ്സസും വെച്ചിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങുകയാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ആ നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും, നമ്മൾ വിചാരിച്ച അത്ര ഒരു വലിയ ടാസ്ക് ആയിരുന്നില്ല ഇത്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ പേരിൽ നമുക്ക് പയ്യെ 2, 3, 4 സ്റ്റെപ്പുകളൊക്കെ വെക്കാനായിട്ട് പറ്റും. അപ്പം അത് ഒരു വലിയ കാര്യം തന്നെയാണല്ലേ. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്ന ഈ പറഞ്ഞ പോലെ ചെയ്ത് തുടങ്ങിയ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ ചെയ്താൽ വളരെ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തും ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് ബാക്കിയുള്ളവർ കാണികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും അവർ പറയും, ഇപ്പോൾ ഒരു ചായ ഇട്ട് കൊടുക്കുന്നതായിക്കോട്ടെ, ഇതിന് മധുരം കുറച്ചും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, അല്ല ഒരു ഇച്ചിരി ഏലക്ക ഇട്ട ഇത് സൂപ്പർ ചായ ആയനെ, അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും നമുക്ക് കേൾക്കാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെയുള്ള അറിവുകൾ വെച്ചിട്ട് നമുക്ക് പയ്യെ നമ്മുടെ സാധനം വളരെ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. എന്നാൽ ആദ്യമേ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യൂ എന്ന് വിചാരിക്കുന്നത് വളരെ ഒരു മണ്ടത്തരമാണ് അല്ലേ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? തിങ്കിങ് ഓഫ് അതേഴ്സ്. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണോ? പക്ഷെ എനിക്ക് ഇത് നിങ്ങളെങ്ങനെയാണെന്നല്ല, ഞാൻ അത് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. ഈ യൂട്യൂബ് വീഡിയോ വൈകേൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അതായത് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുമ്പോഴത്തേനും പ്രധാനമായിട്ട് എൻ്റെ മനസ്സിലോട്ട് വരുന്നത് ഈ കാര്യം തന്നെയാണ്. അയ്യോ, ഞാനൊരു വീഡിയോ ചെയ്താൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ? അവരതിനെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുമോ? അതോ ഇനി ബാക്കിയുള്ളവർ ചെയ്യുന്നതിലും വൃത്തികേടായിട്ടാണോ, അത്രയും വൃത്തി വരുമോ, അത്രയും മനോഹരമായിരിക്കുമോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കും. അതായത് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്ത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത ഒരു ആശയം എന്നാണെന്നറിയോ? അതായത് നമ്മൾ ചിന്തിക്കുന്നത്ര, അതായത് ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത്ര യഥാർത്ഥത്തിൽ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒന്നും മനസ്സിലായില്ലല്ലേ? അതായത് നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് 24/7 നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് നമ്മുടെ കാര്യങ്ങളെ ചെയ്ത് തീർക്കാൻ ഉള്ള സമയം നമുക്കില്ല. അപ്പോൾ എന്നാണേലും നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആരാ? നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാനും അത് നോക്കാനും ഒക്കെ പോകത്തുള്ളൂ അല്ലേ. ഈവൻ അത് നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ സ്പൗസ് ആകട്ടെ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകട്ടെ, ആരും ആകട്ടെ, അപ്പം അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നുള്ളൂ. ഇനി അങ്ങനെ ഒന്ന് എത്തി നോക്കിയാൽ പോലും അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ പെൻഡിങ് നിൽക്കുകയാണ്. അവർക്ക് അവരവരുടെ കാര്യങ്ങൾ. അപ്പോൾ അവർ വീണ്ടും അവരുടെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം തുടങ്ങാതിരുന്ന നഷ്ടം ആർക്കാർക്കാ? നമുക്ക് തന്നെയാണ് നഷ്ടം. ഈ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? അത് ഈ രണ്ടാമത്തെ പോയിന്റിന്റെ ഒരു കണ്ടിന്യൂഷനാണ്. അതായത് ഫോക്കസ് ഓൺ യുവർ സെൽഫ്, അല്ലെങ്കിൽ ഫൈൻഡ് എ ലവ് ഫാക്ടർ എന്ന് പറയും. അതായത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു കാര്യം ചെയ്യുമ്പോഴത്തേനും അത് ചെയ്ത് തുടങ്ങാനായിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ അതിലൊരു ലവ് ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ ഉദാഹരണത്തിന് എൻ്റെ യൂട്യൂബ് വീഡിയോ തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാനിങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ഞാനിങ്ങനെ എഴുതി. അതായത്
ഞാനിത് യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല, ഇനി ഞാൻ തുടങ്ങിയാൽ എനിക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ് എന്ന്. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോഴത്തേനും എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് എന്നുള്ളത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാനിങ്ങനെ സംസാരിക്കുന്നതിലൂടെ എനിക്കൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും, എൻ്റെ കോൺഫിഡൻസ് കൂടും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അത് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ അതിനെ നോക്കും, അല്ലേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഇതിനേക്കാൾ ഉപരി ഇനി ചിലപ്പം ഇതിന് മോണിറ്റൈസ് ആയി അല്ല ഇത് ഭയങ്കര വിജയിച്ചാൽ എനിക്കതൊരു വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ അതായത് എനിക്കതിൽ നെഗറ്റീവിനേക്കാൾ ഉപരി ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ കണ്ടെത്തിയ ആ ഒരു പോസിറ്റീവ് പോയിന്റ്സിൽ നിന്നാണ് ശരിക്കും എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി. ആ ഒരു മോട്ടിവേഷൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തും ആയിക്കോട്ടെ, നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അതിൽ ഈ പറഞ്ഞ പോലെ ഒരു പേപ്പറിലും എഴുതി നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു ആൻസർ. അപ്പോൾ ആ ലവ് ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കത് ഈ റെസിസ്റ്റൻസിനെ മാറ്റി നമുക്ക് വേഗം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ള ഒരു കാര്യം എന്നാണെന്നറിയോ, ഒരു ടെഡ് ടോക്കിലെ ഒരു കാര്യം കേട്ടോ. അതായത് ടെഡ് ടോക്കിൽ ഞാൻ എവിടെ ഒരു സ്പീച്ച് കേട്ടതാണ്. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യം, നമ്മളൊരു കാര്യം തുടങ്ങുന്നു എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അത് ഫിനിഷ് ചെയ്യുക എന്ന്. ഞാൻ വിചാരിച്ച എന്ത്, ഞാൻ ചെയ്യാൻ തുടങ്ങിയേയില്ല, അത് ഫിനിഷ് ചെയ്യാനോ, ഇയാൾ എന്ത് മണ്ടത്തരാണ് പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് അത് ബാക്കി കേട്ടപ്പോഴാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുവാണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ അതിനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കത് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു ടിപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്രയും അത് ചെയ്യാൻ താമസിക്കുന്നോ അത്രയും നമ്മുടെ ബ്രെയിൻ എന്നാ ചെയ്യും, ഇതുപോലെ ചിന്തിച്ച് നീ അങ്ങനെ ചെയ്ത് അങ്ങനെ പറ്റും, നീ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞിട്ട് ഉള്ള നെഗറ്റിവിറ്റി എല്ലാം നമ്മുടെ തലയിൽ ഇങ്ങനെ നിറയ്ക്കാൻ തുടങ്ങും. അപ്പം അതിന് ബ്രെയിൻ ഒരു അവസരം കൊടുക്കാതെ നമ്മൾ വേഗം അതിനെ ചെയ്ത് ഫിനിഷ് ചെയ്താൽ നമ്മൾ ചെയ്തു, ഓൾറെഡി അത് ഫിനിഷായി, ഇനി അതിന് ഇങ്ങനെ പറ്റും അങ്ങനെ പറ്റും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചാൽ അത് വേഗം അങ്ങ് ചെയ്ത് തീർത്തേക്കാം. ചിലപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഒക്കെ കാണും, പക്ഷെ അത് നമുക്ക് പിന്നീട് അത് മാറ്റാനായിട്ട് പറ്റും. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നെഗറ്റിവിറ്റി എല്ലാം കൂടി ഇങ്ങനെ ബ്രെയിനിൽ നിറഞ്ഞിട്ട് അത് ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിലും നല്ലതല്ലേ നമുക്കുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഒരു ചെറിയൊരു ടിപ്പ് എന്താണെന്നറിയോ, അതായത് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഞാൻ സ്ഥിരമായിട്ട് ജേർണൽ ചെയ്യുന്ന ഒരാളാട്ടോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മുടെ തലയിൽ കൂടെ പല ഐഡിയാസും വന്ന് അത് ഈ വഴി പോയി വന്ന് ആ വഴി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. അപ്പം നമുക്കൊരു ജേർണലിങ് ടൈം ഉണ്ടല്ലോ, അല്ലെ ഈ ജേർണലൊന്നും വേണ്ട, ഒരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തോന്നുന്ന നല്ല ഐഡിയാസ് എഴുതി വെക്കുക. ചിലപ്പോൾ നമ്മളത് പിന്നെ മറന്നു പോകും. എന്നിരുന്നാൽ പോലും എന്നെങ്കിലും നമ്മൾ ആ പേജ് മറിച്ച് നോക്കുമ്പോഴത്തേനും അയ്യോ എനിക്ക് ഇന്നിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നല്ലോ എന്നതിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പം അത് ചെയ്തേക്കാം, അല്ലേ? അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയണമെന്ന് പറയത്തില്ല, പക്ഷെ നമുക്ക് വളരെ അടുത്ത് നമുക്ക് എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഉള്ള ചില അടുത്ത ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ നമുക്ക് കാണത്തില്ലേ, അവരോടൊന്ന് പറയാം, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അതിനൊരു ടൈം ലൈനും കൂടെ വെക്കുക, ഞാൻ അടുത്ത ആഴ്ചയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു. അപ്പോഴത്തേനും അവർ നമ്മളോട് അടുത്ത ആഴ്ച കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും, നീ അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, നീ ചെയ്തോ, എങ്ങനെ ഉണ്ട്, നീ എന്നിട്ട് എനിക്ക് കാണിച്ചു തന്നില്ലല്ലോ നീ എന്താ ചെയ്തതെന്ന്, അല്ലെ നീ അത് സ്റ്റാർട്ട് ചെയ്തോ, നീ അവിടെ പോയോ എന്ന് അവർ ചോദിക്കും. അപ്പോൾ അവർ ചോദിച്ചതിൻ്റെ പേരിൽ അയ്യോ അവളോട് ഞാനങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു പേരിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഫോഴ്സ് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചെങ്കിൽ അത് അനൗൺസ് ചെയ്യുക, അത് അതിൻ്റെ ഒരു ടൈം എവിടെ എന്നാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും നമ്മൾ പറയുക. അപ്പോഴത്തേനും നമുക്ക് അത് ചെയ്യാനായിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണെന്നറിയോ, നമ്മളെപ്പോഴും സ്വപ്നം കാണുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ വളരെ വലുതായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു കേക്ക് വേഗം നമ്മളോട് കഴിച്ച് തീർക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒരു കേക്ക് കഴിച്ച് തീർക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? പക്ഷെ എന്നാൽ അത് പീസായിട്ട് പയ്യെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും, അല്ലേ? നിങ്ങൾ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ഒരു ബുക്ക് വായിച്ചിട്ട് കാണും, അല്ലേ? എനിക്ക് തോന്നുന്നു ഒത്തിരി വീഡിയോസ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് റിവ്യൂസ്. ഞാനും ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചത്. അപ്പോൾ ആ ബുക്കിൽ പറഞ്ഞ പോലെ അറ്റോമിക് ഹാബിറ്റ്സ് ചെറിയ മൈക്രോ ഹാബിറ്റ്സ് ആയിട്ട് നമ്മൾ തുടങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ ഈ വലിയ കേക്ക് പീസിനെ ചെറിയ പീസുകളാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് വേഗം കഴിക്കാനായിട്ട് പറ്റും.
അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് 5 മൈൽ ഓടണം എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചോ. ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ 5 മൈൽ ഓടാൻ പോകാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്കത് നടന്നെന്ന് പറ്റില്ല, നടന്നെന്ന് വരില്ല. പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ വെച്ചേക്കുന്ന ടാർഗറ്റ്, ഞാൻ ഓടാൻ തീരുമാനിച്ചു, ഞാൻ ഇന്ന് കടയിൽ പോയി അതിന് പറ്റിയ ഒരു ഷൂസ് മേടിക്കും എന്നുള്ളതാണെങ്കിൽ വളരെ ഈസി അല്ലേ. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയി ഒരു ഷൂസ് മേടിക്കുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ വെക്കുന്നു, ആ ഷൂസ് ഇട്ട് ഞാൻ ഒരു 5 മിനിറ്റ് ഓടും. 5 മിനിറ്റ് ഈ ഷൂസ് ഇട്ട് ഓടാൻ വലിയ പ്രശ്നമില്ല, അപ്പം നമ്മൾ 5 മിനിറ്റ് ഓടുന്നു. മൂന്നാമത്തെ ദിവസം അത് 10 മിനിറ്റ് ആക്കുന്നു, 15 മിനിറ്റ് ആക്കുന്നു, പിന്നെ അത് അരമണിക്കൂറാക്കുന്നു, 1 മണിക്കൂറാക്കുന്നു. അങ്ങനെ പയ്യെ പയ്യെ നമുക്ക് ആ വലിയ 5 മൈൽ എന്നുള്ള ആ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പെട്ടെന്ന് ഇന്ന് രാത്രി തീരുമാനിച്ച് നാളെ രാവിലെ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ കേക്കിനെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളാക്കി മാറ്റിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ, പെട്ടെന്നല്ല പയ്യെ പക്ഷെ വളരെ നല്ല രീതിയിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ഗുണം എന്നാണെന്നറിയോ, നമ്മളൊരു വലിയ കാര്യം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ചെയ്ത് തീർക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ്, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്. അല്ല, പല കാര്യങ്ങളും ഞാൻ എന്നോട് പ്രോമിസ് ചെയ്യാറുണ്ട്, പക്ഷേ അവൾ അതൊന്നും ചെയ്ത് തീർക്കുന്ന ഒരു ടൈപ്പല്ല. അവൾ അങ്ങനാണ്, അവൾ പ്രോമിസുകൾ അവൾ അത് നടത്തുന്ന ഒരാളല്ല എന്ന് നമുക്ക് തന്നെ നമ്മളോട് ഒരു ചിന്ത തോന്നും അല്ലേ. എന്നാൽ ഞാനൊരു ചെറിയ കാര്യം ഉദ്ദേശിച്ചത്, ഞാൻ ഷൂസ് മേടിക്കാമെന്ന് പറഞ്ഞു, ഞാൻ പോയി ഷൂസ് മേടിച്ചു. അപ്പോൾ നമ്മൾ നമുക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താ, നമ്മളൊരു ചെറിയ കാര്യം പറഞ്ഞു, ഞാനത് അച്ചീവ് ചെയ്തു. അതായത് അവൾ എന്ത് പറഞ്ഞു അത് ചെയ്ത് തീർക്കുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ചിന്താഗതി മാറ്റാനായിട്ടും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതാണ് എനിക്ക് സംസാരിക്കാനുള്ള 6 പോയിന്റ്സ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.